വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് വ്ലോഗ്. ഇന്ന് നാട്ടിലോട്ട് പോവാണ്. സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഇതുവരെ അറിയത്തില്ല ഇന്ന് ഞാൻ വീട്ടിൽ വരുമെന്ന് അറിയത്തില്ല അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ എന്താ അവരുടെ ഒരു റിയാക്ഷൻ എന്നറിയണമല്ലോ. അങ്കമാലി ടു കൊല്ലം ഒരുങ്ങിയിട്ട് വരാം. അങ്ങനെ റെഡിയായി. അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലോട്ട് പോകാൻ വണ്ടി കയറാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നടന്നാണ് പോവുക. എന്നത്തെ പോലെ എൻ്റെ കൂടെ ആളുണ്ട്. അവളും പറഞ്ഞിട്ടില്ല വീട്ടിൽ സർപ്രൈസാ. ഇതുവഴി പോകാൻ സ്ഥലമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ നേരെ കറങ്ങി പോകണം. അഭിരാമിയുടെ വീട്ടിൽ ഇതുപോലെ പറയാതെ പോയാലുള്ളൊരു എന്തായിരിക്കും, അവർ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ എന്തായിരിക്കും ഒരു എക്സ്പെക്റ്റേഷൻ? ഞാൻ ഇന്നാളെ ഇതൊക്കെ പറയാതെ പോയായിരുന്നു. അപ്പം അമ്മ ചക്കി പൊക്കി. ചക്കി ആദ്യമേ തൂക്കി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെ വിളിച്ചു, അവിടെ തൂക്കി. പിന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത്. എൻ്റെത് ആദ്യത്തെ കാര്യമാണ്. എന്താവോ, ചീത്ത വിളിക്കുമോ തെറി വിളിക്കുമോ എന്തോ എനിക്കറിയാൻ വയ്യ. ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ എത്താറായില്ലേ? റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇവിടെ എത്ര ദൂരം ഉണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട്? ഒരു കിലോമീറ്റർ അടുപ്പിച്ചാണ്. അപ്പോൾ 1 കിലോമീറ്റർ കൊണ്ടുണ്ട്. നടന്നു പോയി നമ്മൾ എത്താറായി, ഏകദേശം എത്താറായി. ട്രെയിൻ കുടിക്കാടാ. ഇവിടെ എത്ര നേരം ഉണ്ട്? കഴിക്കാതെ ഇറങ്ങിയേക്കത്. ചെല്ലുമ്പോൾ ഒരു ഉച്ചരയൊക്കെ ആവും. 12 മണി. അതാ നമ്മള് വീട്ടിൽ പറയാതെ ചെല്ലുമ്പോഴേ വീട്ടില് ചോറില്ല. എന്തായിരിക്കും ചെയ്യാ? വിശന്ന് ഊപ്പാട് വന്ന് വീട്ടിൽ ചേർന്നപ്പോ ചോറില്ല. അപ്പോഴാ പറയാം, നിനക്ക് പറഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ? അതേ ചോദിച്ചു. കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. അതാ നമ്മൾ അങ്കമാലി ബസ് സ്റ്റാൻഡ് എത്തി. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമുക്കിനി ടിക്കറ്റ് എടുക്കണം. ഇനി ഇവിടെ ഇങ്ങനെ ബോർഡ് വരുമായിരിക്കും അല്ലേ, അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. പണി നടക്കുന്നേ ഉള്ളു. നല്ല മണം. കഴിക്കാത്തോട്ടുകൂടി ടിക്കറ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ആൾ കുറവുള്ള സ്ഥലത്തോട്ട് നമ്മളെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. കയറുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഒരു എറണാകുളത്തൊക്കെ ആളൊക്കെ ഇറങ്ങുന്ന സമയം വരെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കയറിയ സമയം തൊട്ട് അവിടം വരെ നമ്മളൊരു ബാത്റൂമിൻ്റെ സൈഡിൽ ഞാനും ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് എറണാകുളത്ത് കുറച്ച് പേര് ഇറങ്ങിയപ്പോൾ മുന്നോട്ട് വന്നിട്ട് അപ്പോൾ പിന്നെ സീറ്റ് കിട്ടി, സൈഡ് സീറ്റൊക്കെ കിട്ടി. പിന്നെ അവിടെ ഇരുന്നു. കൊല്ലം എത്തിയിട്ടുണ്ട്. എനിക്ക് വേഗം വന്ന് കേട്ടാ തോന്നി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എറണാകുളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കുറേ പോയി. പിന്നെ കൊല്ലമൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഒട്ടും ആളില്ലായിരുന്നു. ബോഗിയിലൊന്നും കിടന്നു ഇരുന്നൊക്കെ വരാം. അങ്ങനെ ഞാനും കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ എനിക്ക് കോട്ടയം കഴിഞ്ഞ ഓർമ്മയുണ്ട്. കോട്ടയം കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ അവളാ വിളിച്ചത്. അപ്പോൾ കൊല്ലവുമായി. അതാ എളുപ്പം വന്നെന്ന് തോന്നിയത്. പിന്നെ നമ്മുടെ ഫാത്തിമ കോളേജ് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. ഞങ്ങളിവിടെ വരുമ്പോൾ എന്നും പറയും, കൊല്ലം എത്താറാകുമ്പോൾ ഫാത്തിമ കോളേജ് കണ്ട് സമാധാനമായി. കൊല്ലത്തെത്തി. ഫാത്തിമ കോളേജാണ് ഞങ്ങൾ എത്തുമ്പോൾ ഒരു സന്തോഷം. ഫാത്തിമ കോളേജും SM കോളേജും. അവൾ കൊല്ലത്തിറങ്ങാൻ പോവാ, ഞാൻ കുണ്ടറല്ല ഇറങ്ങുന്നത്. അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. കുണ്ടറ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെത്തി, കുണ്ടറ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിൽ പോകണം. സാധാരണ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അച്ഛനോ ചേട്ടനോ വിളിക്കാൻ വരുന്നതാണ്. ഇന്നിപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ
ബസ്സിൽ തന്നെ പോകണം. സാധാരണ ബസ് കിട്ടാൻ പാടാണ്. എന്തായാലും ഞാൻ ഇന്ന് വന്നപ്പോൾ പെട്ടെന്ന് ബസ് കിട്ടി. ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ കുറച്ച് ദൂരമുള്ളൂ, ഒരു ഇച്ചിരി നടക്കുക. എനിക്കും പേടിയുണ്ട്. പേടിയല്ല കേട്ടോ, എന്താണെന്ന് വെച്ചാൽ ഒരു എങ്ങനെയായിരിക്കും എന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരിത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാം ഓർത്ത് പറയണം, കാരണം എനിക്കിതൊന്നും അറിയത്തില്ല. നമ്മളറിയാവുന്ന പോലെ ചെയ്യുകയാണ്. കുറച്ച് നടക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അടുത്തെത്തുന്നതും ചിരി വരുന്നത്. എനിക്ക് എന്താവും ഞാൻ ചെല്ലുമ്പോൾ വീട്ടിലാരും കാണരുത്. അയ്യോ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. അമ്മ കാണും എന്തായാലും. അച്ഛൻ ജോലിക്ക് പോയിക്കാണ്, അമ്മ കാണും. വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് വീട്. അമ്മ അവിടെ കാണും. അമ്മ ടി വിയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കായിരിക്കും. എനിക്ക് ഡൗട്ടുണ്ട്, റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പുള്ളിക്കാരി ജനലിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓടി വരുന്നുണ്ട്. ഇങ്ങ് പോയത് സർപ്രൈസ്. അപ്പൊ ഗൈസ് വന്നിട്ടുണ്ട് വീട്ടില്. അമ്മ ചെത്തി കേട്ടോ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ വൈകിട്ട് വരത്തുള്ളൂ. കഴിക്കാനുണ്ട്. മീൻ വറുത്തത്, അവിയല്, മീൻകറി, ചോറ്. ഞാൻ വിചാരിച്ച് പട്ടിണി ആയിരിക്കുന്നത്. എല്ലാം പോയി. എന്ത് കറി അവിടെ സ്റ്റാഫുകളും പോയോ? ആ, എല്ലാരും പോയി. പട്ടിണി ഇല്ല ഗൈസ്. അവിയലുണ്ട്, എന്താ ചോറുണ്ട്, എന്താ സമാധാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ വൈകിട്ട് രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനെ അറിയത്തില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ എക്സ്പ്രഷനോട് നോക്കാം. അമ്മയാണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പറയാം, ലൈറ്റൊക്കെ ഇട്ടിട്ട് നീ ചെല്ലി, അച്ഛൻ കുറച്ച് താമസിക്കും വരാൻ, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഉള്ളിൽ കയറത്തുള്ളൂ, നീ അവിടെ ചെന്ന് നിൽക്ക് എന്നെല്ലാം പറയുക. എന്നിട്ട് അമ്മയാണെങ്കിൽ ഒടുക്കത്തെ അഭിനയമാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ പുറത്ത് നിൽപ്പുണ്ട്. അത് കൊടുത്തില്ല. ഇവനിത് ഓവറാക്കും ഉറപ്പായി. ഇല്ല, രാവിലെ വന്ന് എല്ലാം നല്ല കണക്ക് തന്നെ. എല്ലാവരും പ്രതീക്ഷിക്കാത്ത അച്ഛൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഭാവിക്കുന്ന അച്ഛൻ വിചാരിച്ചില്ല. അപ്പോൾ സന്തോഷമായി. ഇവിടെ വെച്ച് വ്ലോഗ് നിർത്താണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.